ഹലോ, എൻ്റെ പേര് ആഷിഫ്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ട്രിപ്പിൾ അക്കാഡമി ഹെഡാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ, നിങ്ങൾ കമ്പനി സെക്രട്ടറി എന്ന് കേട്ടിട്ടുണ്ടോ? CS കമ്പനി സെക്രട്ടറി +2 കൂടെ നമുക്ക് എങ്ങനെ കമ്പനി സെക്രട്ടറി എന്നുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം, അതിനുള്ള ട്രിപ്പിൾ കൊണ്ടുവന്ന പ്രോഗ്രാമാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നിയർലി സ്റ്റാർട്ട് എ പ്രൊഫഷണൽ കൊമേഴ്സ് ജേണി. ഓക്കെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സൈറ്റ് തന്നെ എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ആരാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെ കമ്പനി സെക്രട്ടറി എന്നുള്ള ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ICSI. എന്താണ് ICSI? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ആക്ട് ഓഫ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. സ്പെഷ്യൽ ആക്ട് പ്രകാരം പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ട്, അവരുടെ കീഴിലാണ് ഈ ഒരു സംഭവം, ഈ ഒരു ബോഡി ഉള്ളത് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഒരു വിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ടു ബി എ ഗ്ലോബൽ ലീഡർ ഇൻ പ്രൊമോട്ടിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ ഇതിൻ്റെ മിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ടു ഡെവലപ്പ് ഹൈ കാലിബർ പ്രൊഫഷണൽ ഫെസിലിറ്റേറ്റിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം ഫുള്ളി റിലേറ്റഡ് വിത്ത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു കോഴ്സിലൂടെ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിലുള്ള ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പനി നടത്തുമ്പോൾ, ഒരു കോർപ്പറേറ്റ് നടക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കണം അല്ലേ, അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടവർ അറിയിക്കണം അല്ലേ, മീറ്റിംഗ്സുകൾ കൂടണം, വാലിഡ് ആയിട്ടുള്ള നിയമങ്ങളിലൂടെ മാത്രമേ ബിസിനസ് ചെയ്യാവൂ. ഇതെല്ലാം ഉറപ്പാക്കാൻ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് ഇത് കമ്പനി സെക്രട്ടറി പഠിക്കുന്ന ആൾക്കാർ. ഓക്കെ, സോ കമ്പനി സെക്രട്ടറി എ കരിയർ വിത്ത് എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് അതിലോട്ട് വരണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ജോയിൻ CS കോഴ്സ് നൗ. +2 പാസ്സാവാൻ കാത്തിരിക്കണോടാ, വേണ്ട, ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ അക്കമിട്ടിട്ടുണ്ട്. ഏത് സ്ട്രീമിലുള്ള ആൾക്കാർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ആർട്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ്, ഏത് സ്കീമിലുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. നീഡ് നോട്ട് ബി എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്. ദെൻ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയത് ഡിസ്റ്റൻസ് ലേണിംഗ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പഠിക്കാം. ഇങ്ങനെ എന്താണ്, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം, ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കണം എന്നൊന്നുമില്ല. ഇതിൻ്റെ ICSI തന്നെ ഇതിന് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ A കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ICSIയുടെ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷോർട്ടായിട്ടുള്ള നോട്ട്സുകളായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് ഫെസിലിറ്റി ഉണ്ട്. ദെൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിന് പോകാം, സ്വന്തമായിട്ട് ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യാം. കമ്പനി സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് റെമ്യൂണറേഷൻ, നിങ്ങൾ എംപ്ലോയ്മെൻറ്റിനാണ് പോകുന്നുണ്ടെങ്കിൽ വെരി അട്രാക്റ്റീവ് റെമ്യൂണറേഷൻ നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട്. ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു 3 സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഒരു കമ്പനി സെക്രട്ടറി, പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലേ, കമ്പനി സെക്രട്ടറി ആയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇക്വാലന്റ് ടു PG, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദെൻ നിങ്ങളുടെ ഒരു ജേർണി, നമ്മളൊരു കമ്പനി സെക്രട്ടറി ആവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, +2 കൂടെ തന്നെ പഠിക്കാൻ പോകുന്നത്. ദെൻ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു 7 പേപ്പർ എഴുതാനുണ്ട്. അതാണ് CS എക്സിക്യൂട്ടീവ്. അത് കഴിഞ്ഞാൽ CS പ്രൊഫഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. ദെൻ പ്രീ മെമ്പർഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. മെമ്പർഷിപ്പിൻ്റെ മുന്നിൽ ഒരു ട്രെയിനിങ് നമുക്ക് പാസ്സാവാനുണ്ട്. ദെൻ CSൻ്റെ മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ആർട്ടിക്കിൾഷിപ്പ് പീരിയഡ് ഉണ്ട്, ഒരു ട്രെയിനിങ് പീരിയഡ് ഉണ്ട്. ദെൻ ഈവൻ ആഫ്റ്റർ യു ബിക്കം എ CS, നിങ്ങൾക്ക് വേണ്ട പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനും ആര് തന്നെ സഹായിക്കും, ICSI തന്നെ സഹായിക്കും. കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള എൻട്രൻസ് സ്റ്റേജ് ആയിട്ടുള്ള CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് CS സീറ്റിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതലും പറയുന്നത്. സോ ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കൂ. 10ാം ക്ലാസ് +2 അപ്പിയർ ചെയ്യുന്ന ആൾക്കാരായാൽ മതി. കട്ട് ഓഫ് ഡേറ്റ് 4 അറ്റംപ്റ്റ് ഉണ്ട്. എത്രയാണ്, 4 അറ്റംപ്റ്റ് എക്സാം ഉണ്ട്. ഓരോ എക്സാമിൻ്റെയും കട്ട് ഓഫ് ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓരോ എക്സാമിൻ്റെയും രജിസ്റ്റർ ഈ ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ 16th ഡിസംബർ മുതൽ 15th ഏപ്രിൽ വരെയുള്ള സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയ് എക്സാം എഴുതാം. ഏകദേശം 15 ഡേയ്സ് ബിഫോർ ദ എക്സാം രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ എന്താണ്, ഫീസ് എത്രയേ ഉള്ളൂ, 2000 രൂപയേ ഉള്ളൂ. ICSIക്ക് കൊടുക്കേണ്ട ഫീസ് എത്രയേ ഉള്ളൂ, 2000. ദിസ് ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഫീസ് കോച്ചിങ് ഫീസിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്, 2000 ആണ്. വെറും 4 പേപ്പറേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നതാണ്, വെറും 4 പേപ്പറേ നമുക്ക് പഠിക്കാനുള്ളൂ. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റ്, കറണ്ട് അഫയേഴ്സ് ആൻഡ്
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 4 പേപ്പറേ ഉള്ളൂ. ഇതിന് അല്ലേ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല, എല്ലാം തിയറി പേപ്പേഴ്സാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഈ ഒരു ഭാഗം മാത്രമാണ് കുറച്ചെങ്കിലും ഒരു കാൽക്കുലേഷൻസ് ഉള്ളത്, ബാക്കിയെല്ലാം തിയറി പേപ്പേഴ്സാണ്. ഇനി എക്സിക്യൂട്ടീവിലോട്ട് വരുമ്പോഴും പ്രൊഫഷണൽ ലെവലോട്ട് വരുമ്പോഴും നിയമങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്. നിയമങ്ങളാണ്, കണ്ടു ഇവിടെ അതിൻ്റെ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിയമങ്ങളാണ് അല്ലേ, ലോ ഓക്കെ. ഇത് മാത്രമാണ് ഒരു പ്രാക്ടിക്കൽ ഏരിയാസ് ആയിട്ടുള്ളത്. ദെൻ ഇവിടെയും ലോ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ് ആണ് നമുക്ക് അവിടെ പഠിക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ട്രിപ്പിൾ ഐയിൽ നമ്മൾ CSCൻ്റെ ഒരു ഓവർവ്യൂ ഈ വീഡിയോയിൽ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ് അല്ലേ. ഇത് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ് +1 +2 കമ്പാരിസൺ നമ്മളിവിടെ പറയുന്നുണ്ടാവും. അതായത് +1ലും +2ലും പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒക്കെ നമുക്ക് CSCയിൽ പഠിക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഫാക്കൽറ്റി പൂൾ ആരൊക്കെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ടാവും. ഇത് എന്തൊക്കെ സ്റ്റഡി പ്ലാൻസ്, എക്സാം ഷെഡ്യൂൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മളിവിടെ പറയുന്നുണ്ടാവും. റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചർ അതെങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ടാവും. പിന്നെ അതർ സപ്പോർട്ട്, വർക്ക് ബുക്ക് എന്താണ്, മെൻറ്റർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓവർവ്യൂ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റുകൾ നമ്മൾ ആൾറെഡി ഇപ്പോൾ കവർ ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ ക്ലാസ് അവേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ ഓൺലി 10 hours, വളരെ കുറച്ച് നമുക്ക് ശരിക്കും ഇതിൽ പഠിക്കാനുള്ളൂ. 36 hours കൊണ്ട് നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങും കൂടെ പഠിക്കും. ദെൻ 31 hours ആണ് നമുക്ക് എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റിൻ്റെ ക്ലാസ്സുകളുള്ളത്. കറണ്ട് അഫയേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും കൊടുത്തിട്ടേ ഉള്ളൂ, 10 മണിക്കൂറുള്ളൂ. ടോട്ടലി നമുക്കൊരു 87 hours കൊണ്ട് CSC പഠിക്കാൻ പറ്റും അല്ലേ. നമ്മുടെ +2ൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റൂലേ, പറ്റും. ഇതിൻ്റെ സ്കോറുകൾ ഇത്രയാണ്, ഓരോന്നും 50 marks വെച്ച് ടോട്ടൽ 200 ആണ്. MCQ ബേസ്ഡ് എക്സാംസ് ആണ്, ഓരോന്നിനും പാസ്സാവാൻ വേണ്ടത് 20 marks വെച്ചിട്ടാണ്. ഇൻ അഗ്രിഗേറ്റ് പക്ഷേ 80 പോരാ, 100 വേണം, 50% വേണം അല്ലേ. 4 കൂടെ 80 അല്ലേ വരുള്ളൂ, 80 മതിയോ, പോരാ, 100 വേണം. അതാണ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞത്. സുഖമായിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്നേ അല്ലേ. അപ്പോൾ എക്സാം വിൻഡോ നമ്മൾ പറഞ്ഞു, 4 വിൻഡോ പറഞ്ഞു. ഓരോ പേപ്പറിനും 40%, ഇൻ അഗ്രിഗേറ്റ് 50% വേണം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ 75%ഓളം ഈ CSCൻ്റെ പാസ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻട്രി കുറച്ചും കൂടെ ഈസിയാണ് എന്നുള്ളതാണ്. സോ +2ൻ്റെ കൂടെ നമുക്ക് പഠിച്ചാലും ഈ ഒരു കോഴ്സ് പാസ്സാവാൻ പറ്റും. രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്താ പറയുക, വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ, 2000 ഉള്ളൂ. നമുക്കൊരു രജിസ്ട്രേഷൻ ഒരു 15 days ബിഫോർ ദ എക്സാം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 15 to 30 days ബിഫോർ ദ എക്സാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഫുള്ള് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് തിയറിയാണ്, ലോ ആണ്, നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി അത്യാവശ്യം റീഡ് ചെയ്യാനുണ്ടാവും കേട്ടോ. CSCയിലല്ല ഞാൻ പറയുന്നത്, CSCയിൽ കുറച്ചല്ലേ നമുക്ക് പഠിക്കാൻ. എക്സിക്യൂട്ടീവ് ഫൈനലൊക്കെ വരുമ്പോൾ കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കണം, ലോജിക്കലി ലീഗലി ഒക്കെ തിങ്ക് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജനറൽ ഒരു അവയർനെസ് ബിസിനസ്സെ കുറിച്ചും കമ്പനികളെ കുറിച്ചും നാട്ടിൽ എന്താണ് നടക്കുന്നത്, ബിസിനസ് വേൾഡിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ള കുറച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഈ പത്രങ്ങളൊക്കെ വായിക്കണം എന്നുള്ളത് അല്ലേ. അതിൻ്റെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തുള്ള പേജസുകളൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. ദെൻ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. എക്സാം കറക്റ്റ് സമയത്ത് എഴുതി തീർക്കണം, കറക്റ്റ് സമയത്ത് നമ്മൾ പഠിക്കണം. എന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, ഒരു പ്രൊഫഷണൽ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ടൈം മാനേജ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. ദെൻ എക്സാമുകൾക്ക് അത്യാവശ്യം പ്രാക്ടീസ്. CSCനെ കുറച്ചും കൂടി അല്ല കേട്ടോ, എക്സിക്യൂട്ടീവും പ്രൊഫഷണലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ദെൻ ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിസിപ്ലിൻ ആയിരിക്കണം, അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നിർബന്ധം ഏത് പ്രൊഫഷണൽ ആണെങ്കിലും. എന്നാലേ നമുക്കൊരു പ്രൊഫഷണൽ എക്സാം ഒക്കെ എഴുതി പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ അതുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ദെൻ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ 4 സബ്ജക്റ്റാണ്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക ലക്ഷ്മി മാമും അനുപം സാറും ആയിരിക്കും. ലക്ഷ്മി മാമും അനുപം സാറുമാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് CS ഹൃതിക, കമ്പനി സെക്രട്ടറി ആണ് ഹൃതിക മാം. ദെൻ CA അഖില മാമുമാണ്. ലോജിക്കൽ റീസണിങ് വിഷ്ണു സാറാണ്. എക്കണോമിക്സ് അഗെയിൻ ലക്ഷ്മി മാമും അതുപോലെ തന്നെ അനുപമ മാമുമാണ്. ബിസിനസ് എൻവിറോൺമെൻറ്റ് അഗെയിൻ CS ഹൃതിക മാമാണ് എടുക്കുന്നുണ്ടാവുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആരാണ് എടുക്കുന്നുണ്ടാവുക, വിഷ്ണു സാറായിരിക്കും എടുക്കുന്നുണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോക്കൂ, സ്റ്റുഡിയോ ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് ആണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള സ്റ്റുഡിയോ ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. ട്രിപ്പിൾ ഐ ആപ്പ് വഴി നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് ഉണ്ടാവും. ദെൻ ഓരോ സബ്ജക്റ്റ് വൈസ് സബ്ജക്റ്റിനുള്ളിൽ അതിൻ്റെ ചാപ്റ്റേഴ്സിനുള്ളിൽ അതിന് ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ക്ലാസ്സിൻ്റെ സ്ട്രക്ചറൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MCQ ആണ്, നെഗറ്റീവ് മാർക്സ് ഇല്ല.
ദെൻ ട്രിപ്പിൾ ഐ നിങ്ങളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. മോക്ക് ടെസ്റ്റിൽ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ടാവും. 4 സെഷൻസ് ഉണ്ട് എക്സാമിന് ഒരു വർഷം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഏരിയ. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടിക്ക് മാർക്ക് ഇട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് +2ലും +1 നേരെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് +2ൻ്റെ കൂടെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. +1 നേരെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് +1 കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ആ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം ചെയ്തിട്ടുണ്ട്, അക്കാഡമിക് ടീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പല കാര്യങ്ങളും നിങ്ങൾക്ക് +2ൽ +1ലൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കേസിലാണ് ഈ 2 കേസ്. ദെൻ അതുപോലെ ബിസിനസ് എൻവിറോൺമെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് +2ലും +1ലായിട്ടൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ കേസിലും കുറച്ച് കാര്യങ്ങൾ +1ലും കുറച്ച് കാര്യങ്ങൾ +2ലൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഓക്കെ, ദെൻ കറണ്ട് അഫെയേഴ്സ് അറിയാമല്ലോ. കറണ്ട് അഫെയേഴ്സ് നോർമലി ഒരു ബിഫോർ എക്സാമിൻ്റെ ഒരു തൊട്ട് മുമ്പുള്ള 6 months എന്തൊക്കെ ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് അതായിരിക്കും. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ ബുള്ളറ്റിൻ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പബ്ലിക്കേഷൻസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ടാവും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ബേസിക് മാത്സ്, ബേസിക് കാൽക്കുലേഷൻ, മാത്സ് എന്ന് പറയാൻ പറ്റില്ല. ആവറേജ്, സ്ക്വയർ റൂട്ട്, റേഷ്യോ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾ ചില കാൽക്കുലേഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അത് സ്പെസിഫിക്കലി നമ്മൾ +1 +2 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള, കാരണം അതിൻ്റെ മുമ്പേ പഠിക്കുന്ന കാര്യങ്ങളാണ്. +1 +2 എന്ന് പഠിക്കുന്ന കാര്യമല്ല, അതിന് മുമ്പേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന നമുക്ക് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു പേപ്പറിലുള്ളത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലോട്ട് ഈ രീതിയിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന രീതിയിലുള്ള ക്ലാസ്സസിൻ്റെ ഷെഡ്യൂള്, മെൻറ്റർഷിപ്പിൻ്റെ ഷെഡ്യൂള്, എക്സാംസിൻ്റെ ഷെഡ്യൂള്, ഓരോ ദിവസവും നിങ്ങൾ ഏത് ക്ലാസ്സസാണ് കാണേണ്ടത്, എക്സാംസ് എന്നായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്ന് കണ്ടില്ലേ, എക്സാംസ് നടത്തിയതാണത്. അപ്പോൾ നിങ്ങൾക്ക് അത് ആപ്പിലൂടെ നിങ്ങൾക്ക് എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആപ്പിലൂടെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ MCQ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്സും കിട്ടും. ഓക്കെ, കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു, ICSI അല്ലേ, ICSIയുടെ ഒരു തുടക്കത്തിൽ ഞാൻ കാണിച്ചു ഈ ഒരു കാര്യം ഞാൻ കാണിച്ചല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ബുക്സ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുറമെ തന്നെ ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ബുക്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എക്സാം പാസ്സാവുന്ന, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എടുത്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള നോട്ട്സുകളും നിങ്ങൾക്ക് ഉണ്ടാവും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഈ കോഴ്സുകളൊക്കെ ചെയ്ത ആളുകൾ, CS എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സിക്യൂട്ടീവ് കഴിഞ്ഞ, ഫൈനൽ കഴിഞ്ഞ, അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സുകൾ, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാവും. ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് അവരൊരു മന്ത്ലി ചോയ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാവും. മന്ത്ലി എക്സാം പ്ലാൻസുകൾ വരുന്നുണ്ടാവും. ദെൻ വാല്യുവേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ വാട്സാപ്പിലൂടെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും, അതിലൂടെ നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതും ക്ലിയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് പറഞ്ഞ ഈ ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് ഏറ്റവും നന്നായി നിങ്ങളിലോട്ട് എത്തിക്കാൻ ട്രിപ്പിൾ ഐ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത്, വെയിറ്റ് ചെയ്യാൻ പാടുണ്ടോ, ഇല്ല, എപ്പോഴാണ് പറഞ്ഞത്, നൗ, എത്രയും പെട്ടെന്ന് തന്നെ ഇതിലോട്ട് ജോയിൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.